സഫാരി മല്ലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ യുകെയിലുള്ള ഒരു 3-4 സൂപ്പർ മാർക്കറ്റുകളെ കുറിച്ചാണ്. അതിന്റെ ഒന്നിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ആസ്റ്റ എന്നാണ് ഇതിന് പറയാ. നമുക്ക് ആസ്റ്റ ഉണ്ട്, അൽഡി ഉണ്ട്, സെയിൻസ്ബറി ഉണ്ട്, ടെസ്കോ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എല്ലായിടത്തും ഒന്ന് പോയി ഒന്ന് കണ്ട് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് ഉള്ളിൽ കയറേണ്ടത്, നമുക്ക് എന്തൊക്കെ സർവീസുകൾ അതിന്റെ ഉള്ളിലുണ്ട്, എവിടൊക്കെ ഡിസ്കൗണ്ടുകൾ കിട്ടും, എങ്ങനെയാണ് ട്രോളി എടുക്കുക, എങ്ങനെയാണ് സെൽഫ് ചെക്ക്ഔട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഡൗട്ടുകളും ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നത്. വെയിൽ അടിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് വേഗം ആസ്റ്റയിലേക്ക് പോവാം. നമ്മൾ ആസ്റ്റയിലേക്കാണ് ഇപ്പൊ നടക്കണേ. അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഉള്ള സ്ഥലമാണ് ഞങ്ങളുടെ ഇവിടെ ആസ്റ്റ. നമുക്ക് ആസ്റ്റയുടെ ഒരു പുറം ഭാഗം ഇവിടെ, ഇതിന്റെ ആസ്റ്റയുടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് മാറ്റ്ലാനും ഉണ്ട്, TK Maxx ഉണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കുറേയധികം കടകളുണ്ട്. നമ്മളിപ്പോ ആസ്റ്റയ്ക്ക് പോവാണ്. ആസ്റ്റയിൽ നമുക്ക് എങ്ങനെ ട്രോളി എടുക്കണ്ടേന്ന് പഠിക്കണ്ടേ. നമുക്ക് ട്രോളി പല സ്ഥലത്തും ഉണ്ട്. അതിൽ ട്രോളി നമ്മൾ എടുക്കാൻ നമുക്ക് £1 കോയിൻ മതി, അല്ലെങ്കിൽ £1 കോയിൻ, അല്ലെങ്കിൽ പിന്നെ എനിക്കൊരു RCMന്റെ സിമിലർ സ്ട്രക്ചർ ആയിട്ട് ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഇൻസേർട്ട് ചെയ്യുക, ഇതങ്ങോട്ട് വലിച്ചങ്ങോട്ട് ഇടുക, സാധനം എടുക്കുക. തിരിച്ച് നമ്മളിത് കയറ്റുമ്പോ നമുക്ക് ഈ കോയിൻ തിരിച്ചു കിട്ടും. എന്റെ കെട്ടിന് ഒരിക്കലും തള്ളാറില്ല. എനിക്കൊന്ന് കൈ പണിയാണല്ലോ ഇന്നുള്ളത്. ഇവിടുത്തെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. ഇത് ഇവിടെയാണ് നമ്മുടെ സെൽഫ് ചെക്കിങ്ങിന്റെ ഒരു മെഷീനാണ്. ഇതില് നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്പർ ഇട്ട് നമ്മുടെ ഫോൺ നമ്പർ ഇടാം. ഇത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും കിട്ടും ഒരെണ്ണം. നോക്കട്ടെ, ഒന്നുകൂടി ട്രൈ ചെയ്യാം. വേണ്ട, ഈ പച്ചലൈറ്റ് കത്തിപ്പത് കിട്ടി. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള എല്ലാത്തിന്റെയും സ്കാൻ ചെയ്യാം. ഇവിടെ എനിക്ക് എപ്പോഴും ലിസ്റ്റ് ഉണ്ടാവും കയ്യില് എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതല്. ഇവിടെ പ്രൊഡക്റ്റുകളിന് ഇവർ വില എഴുതി വെക്കില്ല. അവരതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടാവും. നമുക്ക് ഏതെങ്കിലും ചിലപ്പോ അതിന്റെ സൈഡിലത്തെ ബാർകോഡ് പോയിട്ടുണ്ടെങ്കിൽ പാസ്റ്റയിൽ ഇതായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സ്കാൻ ചെയ്താൽ മതി. ഇതിൽ എമൗണ്ട് വരും. ഞാൻ ഇപ്പൊ 3 കുക്കുംബർ എടുക്കുന്നുണ്ട്, ഒരു സാലഡ് ഉണ്ടാക്കിയാലോന്ന് വെച്ചിട്ടാ. ഞങ്ങളിപ്പോ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ പോകണ്ടേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാം കുറച്ച് ഓരോ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാം. അപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ആകെ കുക്കുംബർ ഇഞ്ചി എടുത്തിട്ടുള്ളൂ. നമുക്കിത് പോയി ചെക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണൊക്കെ കാണിച്ചു തരാം. ഇതിന്റെ അപ്പർ സെക്ഷൻ ഉണ്ട്. അപ്പർ സെക്ഷനിൽ തുണികള്, ബേബി ഐറ്റംസ്, പിന്നെ ഷൂസ്, ആക്സസറീസ് ഒക്കെ നമുക്ക് മുകളിലുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ മേളിലത്തെ അപ്പർ സെക്ഷൻ. ഇവിടെ ഡ്രസ്സുകളുണ്ട്, പിള്ളേർക്ക് തുടങ്ങി അഡൽട്ട് വരെ ഉള്ളത്. പിന്നെ സൈഡിലേക്ക് പോയ പാത്രങ്ങളും പിന്നെ ബെഡ്ഷീറ്റുകളും, പിന്നെന്താ കുറച്ച് TV ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യം എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല ഷോപ്പിങ്ങിന് നല്ല പറ്റിയൊരു സ്ഥലം കൂടിയാണ്. ഞങ്ങൾ ഡ്രസ്സുകൾ എടുക്കാറുണ്ട് ഇവിടുന്ന്. നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ ആസ്റ്റയിലുള്ള ഒരു ഫാർമസി ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ആസ്റ്റയിൽ. ആസ്റ്റ വലുതാവുമ്പോഴും ഓപ്ഷൻസ് കൂടും നമുക്ക്. ഇതിപ്പോ ഞങ്ങൾ നിൽക്കുന്നത് വുമൻസ് ഡിയോഡറന്റ്, ടൂത്ത് പേസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഒരു പ്രത്യേകത ഉള്ളത് ആസ്റ്റയിൽ ഞാൻ കണ്ടേക്കുന്നത്. ഇവരുടേതായ ആസ്റ്റയുടെ പേരിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, പിന്നെ എല്ലാ കമ്പനിയുടെ പേരിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഹാൻഡ് വാഷ് ആയിരിക്കും, ആസ്റ്റയുടെ പേരിൽ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാവും. അതൊക്കെ വളരെ ചീപ്പായിരിക്കും. പിന്നെ പല ബ്രാൻഡിന്റെ ഉണ്ടാവും, നല്ല നല്ല ഓപ്ഷൻസ്. അതെല്ലാ പ്രൊഡക്റ്റിനും ഉണ്ട് കേട്ടാ. ബേക്കറി ഐറ്റംസ് ആയാലും എന്തിനായാലും, ഇപ്പൊ ടൂത്ത് പേസ്റ്റിനായാലും അവരുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ആസ്റ്റയുടെ ബ്രഷിന് പോലും ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചീപ്പ് ഓപ്ഷൻസ് ആണെങ്കിൽ അങ്ങനെയും ചീപ്പ് ഓപ്ഷൻസ് നോക്കാം. എനിക്ക് തോന്നുന്നു എല്ലാ സൂപ്പർ മാർക്കറ്റിലും അങ്ങനെ ഒരു ചീപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മളെല്ലാ ആസ്റ്റയിലും നമുക്ക് ഡിസ്കൗണ്ടിന് കുറെ സാധനങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് എടുക്കാറാവുമ്പോ. പക്ഷെ എക്സ്പയർഡ് ആയിരിക്കില്ല, നല്ല ഓപ്ഷൻസ് കിട്ടും. നമുക്ക്
നമുക്ക് ഡിസ്കൗണ്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ അന്നത്തെ ദിവസം എക്സ്പയർ ആവുന്ന സാധനങ്ങൾ നമുക്ക് വില കുറവിൽ കിട്ടും. ഇതിപ്പോ ഡോണറ്റ്, ചോക്ലേറ്റ് ഡോണറ്റ് ഞാൻ 1.10 ആണ്, 43 പെൻസിന് ആണ് കിട്ടിയത്. നമ്മളിപ്പോ ചെക്കൗട്ട് ചെയ്യാൻ പോവാ. ഈ വഴിക്കൂടെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. എനിക്ക് തോന്നിപ്പോ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഇവിടെ എല്ലാ ഗ്രോസറി സ്റ്റോറിലും നമുക്ക് വൈനും ബാക്കിയുള്ള ഹോട്ട് ഡ്രിങ്ക്സും ബിയേഴ്സും ഒക്കെ കിട്ടും. ഇതിലും നമുക്ക് ഡിസ്കൗണ്ടുകളുണ്ട്. അത് ബേസിക്കലി ഇങ്ങനെയാണ്, എക്സ്പയർഡ് ആവണതോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ എക്സ്പയർഡ് ആവുന്നതിന് അടുത്താവുമ്പോഴാണ് നമുക്ക് ഇവിടെ ഡിസ്കൗണ്ടിൽ വരാം. പക്ഷെ എക്സ്പയർഡ് ആവുന്നപ്പോ എനിക്ക് ഈ പച്ചക്കറികൾ പോലും ഞാൻ കുറേ ഇങ്ങനെ ഡിസ്കൗണ്ട് ആവണതിൽ ഞാൻ എടുക്കാറുണ്ട്. ഇത് പച്ചക്കറികൾക്ക് കേടുന്നില്ല, അത് ഇവരുടെ ഒരു പ്രോട്ടോക്കോളാണ് എക്സ്പയർ ആവണം എന്നുള്ളത്, എക്സ്പയറി ഡേറ്റ് വേണം. പക്ഷെ വെജിറ്റബിൾസ് ഒന്നും കുഴപ്പമില്ല, ഞാൻ അതിന്റെ അടുത്ത ദിവസം കുക്ക് ചെയ്യും, ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ ചെക്കൗട്ടിന് പോകാം, കാണിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം വന്ന വഴിയിൽ നമുക്ക് ഈ മെഷീൻ വെച്ചിട്ട് ചെയ്യാം. കുറെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ സ്കാൻ ചെയ്യാം. ഞാനിതിപ്പോ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി അത് വരും. 3 കുക്കുംബറും ഇതും. പിന്നെ നമ്മുടെ ആസ്റ്റയിലുള്ള പ്രത്യേകത, നമുക്ക് ആസ്റ്റ റിവാർഡ്സ് ഉണ്ട്. NHSO അതുപോലെയുള്ള ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ആയിട്ടവർക്കും നാഷണൽ ഹെൽത്ത് സർവീസിലുള്ളവർക്കൊക്കെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അതിന്റെ പേരാണ് ബ്ലൂ ലൈറ്റ് കാർഡ്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് പേയ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലം. മിക്ക സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഇങ്ങനെ പാർക്കിംഗ് ഓപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് ആസ്റ്റയിൽ നിന്ന് ഒരു ടോക്കൺ ഉണ്ട്. നമുക്ക് 2 മണിക്കൂർ ഫ്രീ ആണ്. ഇവിടുന്ന് പോവാണ്, നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഇതുപോലെ തന്നെ കാഴ്ചകൾ, പക്ഷെ ഓരോ ഇതിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. വാ നമുക്ക് പോവാം. ഞാൻ ഓൾറെഡി പാർക്കിംഗ് ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പൊ ഓരോ സ്ഥലത്തും പാർക്കിങ്ങിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. അപ്പൊ അതനുസരിച്ചിട്ടാണ്. അപ്പൊ അടുത്ത സ്ഥലത്ത് ഇപ്പൊ നമ്മളിപ്പോ സെയിൻസ്ബറിക്ക് പോവാണ്. സെയിൻസ്ബറിയിലെ കുറിച്ച് ഞാൻ കേട്ടേക്കുന്നത് കൂടുതൽ, ഞങ്ങൾ ആസ്റ്റയാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പക്ഷെ സെയിൻസ്ബറിനെ കുറിച്ച് കേട്ടേക്കുന്നത് അവരുടെ ഫുഡ് പ്രൊഡക്ട്സ് എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് കേട്ടിട്ടുണ്ട്. ഈവൻ ഞങ്ങള് ആസ്റ്റയിൽ ചിക്കനും സെയിൻസ്ബറി ചിക്കനും വെച്ച് നോക്കുമ്പോൾ സെയിൻസ്ബറി ചിക്കൻ ടേസ്റ്റ് കൂടുതലാണ്, അവരുടെ ക്വാളിറ്റി കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ അവിടെ കുറെ പ്രൊഡക്ട്സ് ഉണ്ട്. അവിടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും വലുപ്പം അനുസരിച്ചാണ് അവർക്ക് ഓരോ സാധനങ്ങളിലും കൂട്ടം കൂടുന്നത്. നമ്മൾ സെയിൻസ്ബറിയിലെത്തി. ഞങ്ങളുടെ അവിടുന്ന് ഒരു 7 മിനിറ്റ് നടക്കാനൊക്കെ ഉള്ളൂ ഈ സെയിൻസ്ബറിക്ക്. ഇതും ആസ്റ്റയുടെ അത്ര വലിപ്പമില്ലെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഡ്രസ്സും നമ്മുടെ കുക്ക് വെയർസും എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് ഇവിടെ. 5 മിനിറ്റിന് ഡ്രൈവ് ഉണ്ടായിരുന്നു. സെയിൻസ്ബറി എത്തി. ഇങ്ങനെ നടക്കണേക്കാളും അങ്ങോട്ടൊരു 2 മിനിറ്റ് നടക്കാൻ പോവാം. ഇതും മാസ്റ്റൊക്കെ ഏകദേശം എല്ലാ സില്ലറ് ക്വാളിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി ഇത്തിരി കൂടുതലാണ് ഇവിടുത്തെ. ഇത്തിരി പ്രൈസും നല്ല വ്യത്യാസമുണ്ട്, ഓപ്ഷൻസും ഉണ്ട്. ചെടികളുണ്ടെന്ന് പറയുന്നത് ഒക്കെ ഔട്ട്ഡോർ ആണോ? നല്ല മണം. സെയിൻസ്ബറി നമ്മുടെ ആസ്റ്റ വെച്ച് നോക്കുമ്പോൾ ഈ ഇത്തിരി വലുപ്പത്തിന് വ്യത്യാസമുണ്ട്. ഒരൊറ്റ ഫ്ലോറിൽ, ഒരു ലോങ് ഫ്ലോറിലാണ് ഇവരെല്ലാം വർക്കപ്പ് ചെയ്തേക്കണത്. നമ്മൾ ആസ്റ്റയിലെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഡ്രസ്സും വീട്ടിലേക്കുള്ള സാധനങ്ങളും ബെഡ്ഷീറ്റുകൾ,
പെർഫ്യൂംസ് അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. കോസ്മെറ്റിക്സ്. ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ. ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് നല്ലതാണ്. ഇവിടത്തെയും അതുപോലെ ലിഡിൽ, അത് വേറെ സൂപ്പർ മാർക്കറ്റാണ്, അവിടത്തെയും ഇതുപോലെ ബേക്കറി ഐറ്റംസ് വളരെ ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. എല്ലാ പ്രൊഡക്ട്സിനും കുറേ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ് വലുതാവും തോറും ഓപ്ഷൻസിന് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങളെ കാണിക്കാൻ വന്നതാ. പക്ഷെ ഞാനിവിടെ അങ്ങനെ അധികം വരാറില്ല. വന്നപ്പോ എനിക്ക് നല്ല എന്റെ ടോപ്പ് തോന്നി, എന്നിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ട്രയൽ റൂം ഇല്ല, അതുകൊണ്ട് പുറത്തിട്ട് നോക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാന്ന് വെച്ചിട്ട് ഡെസ്റ്റിനേഷൻ പോയതിനു മുമ്പ് നമുക്കിത് ചെക്കൗട്ട് ചെയ്യാം. ഇത് നമ്മുടെ ആസ്റ്റയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനുകളാണ്. എവിടെയായിരുന്നു പൈസ? നമുക്ക് പോവാ അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മൾ ടെസ്കോയിൽ എത്തിയിരിക്കുകയാണ്. ടെസ്കോയിലെ പാർക്കിങ്ങിലേക്ക് പോവാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5-10 മിനിറ്റ് ഡ്രൈവിനുള്ള വഴികളൊക്കെ ഉള്ളൂ, ചിലത് 5 മിനിറ്റിനുള്ള ഡ്രൈവിനൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ടെസ്കോൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. ഇതാണ് ടെസ്കോ. ഇത് രാത്രി 12 മണി വരെയൊക്കെ ഉണ്ട്, കാലത്തൊരു 8 മണിക്ക് ആകുമ്പോൾ തുടങ്ങും. എനിക്ക് ടെസ്കോയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബേക്കറി ഐറ്റംസ് എനിക്കിഷ്ടം. ടെസ്കോൻ്റെയും അൽദിയുടെയും ബേക്കറി ഐറ്റംസ് എനിക്കിഷ്ടം. അൽദിയിൽ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ബേക്കറി ഐറ്റംസാണ്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് ഈ ടെസ്കോയിൽ വരണം. ഞങ്ങളുടെ അടുത്തുള്ള ടെസ്കോയിൽ ഞങ്ങൾ പോവാറ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാം. നിങ്ങളെപ്പോലെ ഞാനും ആദ്യമായിട്ട് തന്നെ കാണുന്നത്. എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മിഠായിയാണ് സ്റ്റാർബക്സ്. ഇത് ആക്ച്വലി 5 സ്റ്റാർ സ്നിക്കേഴ്സ് കുട്ടി ചെറിയ ടേസ്റ്റ് ഉണ്ടോ, ആ ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്തു സ്റ്റാർബക്സ്. ടെസ്കോൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബാക്കി നമ്മൾ കണ്ട നേരത്തെ 2 സൂപ്പർ മാർക്കറ്റുകളും വെച്ച് നോക്കുമ്പോൾ ഇത്തിരി വലിപ്പം കുറവാണ്, പക്ഷെ എല്ലാ സാധനങ്ങളും കിട്ടും. എനിക്ക് എല്ലായിടത്തും പൂക്കളുകൾ, ചെടികൾ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ചെടികളും കിട്ടിയാൽ വാങ്ങിപ്പിച്ച് തരാറില്ല, പക്ഷേ ചെടികൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, മീറ്റ്. ഇവിടെ ഡ്രസ്സ്, അതുപോലെ ഹൗസ് വെയർ, വീട്ടിലേക്കുള്ള ഈ പാത്രങ്ങൾ, അങ്ങനത്തെ സെക്ഷന് ഈ ടെസ്കോയിൽ ഞാൻ കണ്ടിരുന്നില്ല. ഈ ഇപ്പം നമ്മൾ കാണുന്നത് മീറ്റ് സെക്ഷനാണ്. സോറി, എനിക്ക് ബേക്കറി ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് വാനില ക്രംസ് നല്ല ടേസ്റ്റ്. ഇത് ആക്ച്വലി ഉള്ളിൽ സോഫ്റ്റാണ്. ഇത് സിനമനാണ് ഇഷ്ടം. ഇത് ജസ്റ്റ് പ്ലെയിൻ റോസിനാണ്. സിനമൺ ഉള്ളതാണ്. ആക്ച്വലി ഇത് കഴിക്കാനുള്ള ഒരു ആർത്തിയിലാണ് ഞാനിപ്പോ. ആക്ച്വലി ഇപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് നല്ല ഇഷ്ടം സാധനം. നല്ല മധുരമാണ്.
അധികം കൂടുതലല്ലേ, നോർമൽ മധുര. വരുമ്പോ ട്രൈ ചെയ്ത് നോക്കണേ. ഇത്തിരി ചൂടാക്കുന്നല്ലതാ. ഇത് വേറൊരു സൂപ്പർ മാർക്കറ്റാണ്. ഇതിൻ്റെ പേരാണ് ലിഡില്. ഞങ്ങളുടെ നിയർ ബൈ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ വേറൊരു കാര്യത്തിന് വന്നപ്പോൾ ഈ വഴിക്കൂടെ വന്നതാണ്. ഐതി പുതിയ കാഴ്ചാന്ന് തോന്നും. നല്ല സുഖം. Monday to Friday, Saturday, 10 PM. ഫാസ്റ്റ് വീണ്ടും പോകണം. അതൊരു കൊണ്ടുപോയി സ്നാക്സ് എന്തെങ്കിലും നോക്കട്ടെ. മറ്റേ പരിപാടി ജ്യൂസ് ഇതൊക്കെ തന്നെയുള്ളു. നമുക്ക് പോവാം. നല്ല തണുപ്പുണ്ട് ഇവിടെ. സ്പെഷ്യൽ പ്രൈസിന്റെ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. നിങ്ങൾക്ക് വല്ല കമൻസോ സജഷൻസോ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിലിടുക. ഞങ്ങൾ വായിക്കുന്നതായിരിക്കും. അവിടെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ നക്കിക്കോളൂ. അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളുടെ മുമ്പത്തെ വീഡിയോ എല്ലാവരും കണ്ടതിനും അതിൻ്റെ കമൻറ്റ് ചെയ്തതിനൊക്കെ എല്ലാവർക്കും നന്ദി പറയണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ടാറ്റ ബൈ ബൈ.